നാളത്തേക്ക് ആ പേഷ്യൻ്റെ റേഡിയേഷൻ ഒരു കോളുണ്ട്. ഹലോ പറഞ്ഞോളൂ. ഹലോ സാർ. സാർ നാളെ മുതൽ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുവാണേ. അതെ. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് സാർ ശ്രദ്ധിക്കേണ്ടത്? റേഡിയേഷൻ നമുക്ക് കീമോതെറാപ്പി പോലെ അത്രയും സൈഡ് എഫക്ട്സോ പ്രശ്നങ്ങളോ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റേഡിയേഷൻ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മാറിരുന്ന ഭാഗത്തും അതുപോലെ തൊട്ടടുത്തുള്ള നീർക്കട്ടികളിലുമാണ് നമ്മൾ റേഡിയേഷൻ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ഇടാതിരിക്കുക. മാല കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇന്നേഴ്സ് ഒഴിവാക്കുക. പിന്നെ ആ ഭാഗത്ത് സോപ്പ്, എണ്ണ ഈ വക കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഡെയിലി കുളിക്കാം, അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കുറച്ചൊരു എരിവ് കുറച്ച് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്രയും മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? സാർ, കുഞ്ഞുങ്ങളെ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, റേഡിയേഷൻ കഴിഞ്ഞ് നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഭാഗത്തോ നിങ്ങളുടെ ബോഡിയിലോ റേഡിയേഷൻ്റെ ഒരു ഇതും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ധൈര്യമായിട്ട് എടുക്കാം. വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് റേഡിയേഷന് വേണ്ടിയിട്ട് വരും കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു. ശരി.